City Gold and Diamonds, Kerala and Karnataka, the glow of purity. ബിജെപിക്ക് വോട്ട് വിൽക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എങ്കിൽ മാത്രമേ നിങ്ങൾക്കിനി കോൺഗ്രസ് ആകാൻ സാധിക്കൂ. എന്തുകൊണ്ടെന്ന് പെട്ടെന്ന് പറയാം. ബിജെപി ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ 5% വോട്ട് കേരളത്തിൽ കുറവാണ് നേടിയത്. എന്നിട്ടും ബിജെപി 3 സീറ്റ് നേടിയെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളതാണ്. കാരണം ഈ നിർണായക തെരഞ്ഞെടുപ്പിൽ പോലും ബിജെപിക്ക് വോട്ട് വിൽക്കാൻ ഒരു മടിയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കാണിച്ചില്ല. ബിജെപി ഇത്തവണ ജയിച്ച നേമം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ വോട്ട് എവിടെ പോയി എന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് തന്നെ വ്യക്തമാകും ആരാണ് ബിജെപിയുമായി ഡീൽ ഉണ്ടാക്കിയത്. ആദ്യം നേമം നോക്കാം. 2021 നേമത്തെ UDF സ്ഥാനാർത്ഥിയായ കെ മുരളീധരന് കിട്ടിയത് 36,524 വോട്ട്. എന്നാൽ സംസ്ഥാനം മുഴുവൻ UDFന് വോട്ട് കൂടിയ ഈ തെരഞ്ഞെടുപ്പിൽ ശബരിനാഥൻ എന്ന UDF സ്ഥാനാർത്ഥി നേടിയത് 29,730 വോട്ട്. അതായത് കേരളം മുഴുവൻ UDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും നേമത്ത് UDFന് 7,000-ഓളം വോട്ട് കുറഞ്ഞു. അതാണ് ആദ്യം പറഞ്ഞത് നല്ല ഒന്നാന്തരം ബിജെപി കോൺഗ്രസ് ഡീല്. ചുമ്മാതാണോ 3 സീറ്റ് നേടിയ ബിജെപിക്ക് വോട്ടിംഗ് ശതമാനം ഇത്തവണ കേരളത്തിൽ കുറഞ്ഞത്? ഇങ്ങോട്ട് തന്നാൽ അങ്ങോട്ടും കൊടുക്കണമെന്നാണല്ലോ. അതുകൊണ്ടാണ് ഇത്തവണ മധ്യ കേരളത്തിലെ അടക്കം ബിജെപിക്ക് സ്വാധീനമുള്ള 19 നിർണായക സീറ്റുകളിൽ 2020 എന്ന ഈർക്കിൽ പാർട്ടിയെ അവർ മത്സരിപ്പിച്ചത്. 2020 മത്സരിച്ച മണ്ഡലങ്ങളിലൊക്കെ ബിജെപി വോട്ട് കൃത്യമായി പോയിരിക്കുന്നത് UDF സ്ഥാനാർത്ഥികളുടെ പെട്ടികളിലേക്കാണ്. അതായത് കമ്മ്യൂണിസ്റ്റുകൾ എന്ന പൊതുശത്രുവിനെ ഒതുക്കാൻ താമരയും കൈപ്പത്തിയും കേരളത്തിൽ വീണ്ടും ഒന്നായി. ഇലക്ഷൻ കമ്മീഷനെയും SIRനെയും ഉപയോഗിച്ച് അസമിലും ബംഗാളിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന് രാഹുൽ ഗാന്ധി തന്നെ മെയ് 4 ഇട്ട ട്വീറ്റിൽ പറയുന്നു. അപ്പോൾ ഒരു ചോദ്യം, അസമിൽ SIRൽ ഒഴിവാക്കപ്പെട്ടതിനേക്കാൾ വോട്ട് കേരളത്തിൽ നീക്കം ചെയ്തിരുന്നു. ഒന്നും രണ്ടുമല്ല, 24 ലക്ഷം പേരുകളാണ് SIR ഉപയോഗിച്ച് കേരളത്തിലെ വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിയത്. എന്നിട്ടും അസമിലെയും ബംഗാളിലെയും SIRൽ ആശങ്കപ്പെടുന്ന രാഹുൽ ഗാന്ധി കേരളത്തിലെ SIRനെ കുറിച്ച് മിണ്ടാത്തത് ഇത് BJP ഡീലിന്റെ ഭാഗമായതുകൊണ്ട് തന്നെയാണ്. ഓർക്കുക, ഒരു സംസ്ഥാനത്തിന്റെ ഭരണം പിടിക്കാൻ BJPയുടെ സഹായം തേടിയ കോൺഗ്രസ് നാളെ അധികാരത്തിനായി ഇതേ BJPക്ക് മുന്നിൽ, ഇതേ സംഘപരിവാറിന്റെ മുന്നിൽ നമ്മൾ ഇന്ത്യക്കാരെ പണയം വയ്ക്കാനും ഒരു മടിയും കാണിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിലെ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂം ഒക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.